ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ജൂൺ മാസത്തെ എക്സാം കലണ്ടർ അവിടെ ഔട്ട് ആയിട്ടുണ്ട്. അവര് ടെന്റേറ്റീവ് കലണ്ടർ കഴിഞ്ഞ ജനുവരിയിൽ ടെന്റേറ്റീവ് കലണ്ടർ പറഞ്ഞല്ലോ, 3 മാസത്തെ ഇടവേളയിൽ. അതിൽ പറഞ്ഞതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യന്റെയും അതേപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ ഒക്കെ അതേപോലെ ലൈൻമാന്റെ ഒക്കെ കോം എക്സാം ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എക്സാം ഡേറ്റും അതേപോലെ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കോമൺ എക്സാം എന്ന് പറയുന്നത് ജൂൺ മാസം 9-ാം തീയതി. ഓക്കെ, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. എക്സാം ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജൂൺ മാസം 9-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 6235 പേര് മാത്രമേ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. 6235. അപ്പൊ ഇതിന്റെ സിലബസ് നമുക്ക് അവിടെ പറയാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 23 തൊട്ട് 11-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസ് ആണ് എക്സാം ഡ്യൂറേഷൻ. പിന്നെ അവിടെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ അല്ലെ, അതിൽ ആകെ 4 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഇൻഎലിജിബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരിക്കും ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ വീഡിയോയിൽ നമുക്കൊന്നുകൂടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. പിന്നെ നമുക്ക് അവിടെ ഇലക്ട്രീഷ്യൻ NCA മുസ്ലിം കാറ്റഗറിയിലേക്ക് വന്നതാണ്. അതവിടെ 66 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നും കോമൺ എക്സാം ആണ്. ഇനിയിപ്പോ നമ്മളുടെ ഇലക്ട്രീഷ്യൻ നോക്കുവാണെങ്കിൽ 464/2025 ഇലക്ട്രീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അത് കോമൺ എക്സാം 10-ാം തീയതിയാണ് കേട്ടോ, ജൂൺ മാസം 10-ാം തീയതിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഒരു ഇലക്ട്രീഷ്യൻ ITI കഴിഞ്ഞവർക്കും പിന്നെ എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അപ്ലിക്കൻസ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. 1251 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്ക് 1149 പേര്. പിന്നെ KW ഇലക്ട്രീഷ്യനിലേക്ക് 3236 പേര്. പിന്നെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഇലക്ട്രീഷ്യൻ 1291 പേര്. അത് കോഴിക്കോടേക്കാണ്. കണ്ണൂരേക്കോ 449. ഇനി ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് 90 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ലൈൻമാൻ, ഇത് നോക്കുന്ന ഡിപ്ലോമ ബിടെക് കഴിഞ്ഞ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. അതുകൊണ്ടാണ് തോന്നുന്നു കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കോട്ടയത്തേക്ക് ലൈൻമാൻ 2673 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് 1027 പേര്. മലപ്പുറത്തേക്ക് 1840 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോഴിക്കോടേക്ക് 1551 പേര്. കണ്ണൂരേക്ക് ആകെ കുറവാണല്ലോ, 736 പേര് മാത്രമേ കണ്ണൂരേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ എക്സാം വരുന്ന എപ്പോഴാണ്? കോമൺ എക്സാം ആയിട്ടാണ്. ജൂൺ മാസം 10-ാം തീയതിയാണ് അവിടെ എക്സാം ഷെഡ്യൂൾ ആക്കിയേക്കുന്നത്. ഓക്കെ, ജൂൺ മാസം 10-ാം തീയതിയാണ് ഇതൊക്കെ എക്സാം ഷെഡ്യൂൾ ആക്കിയേക്കുന്നത്. നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് 26/5 തൊട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഡേറ്റ്, കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 11-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനിയിപ്പോ നമുക്ക് അവിടെ സിലബസിലേക്ക് പോകാം. നമ്മളെ സിലബസിലേക്ക് വരുമ്പോൾ അവിടെ ഇലക്ട്രീഷ്യൻ, അതേപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, അതുകൂടാണ് NCA സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുള്ള ഇലക്ട്രീഷ്യൻ, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കൊക്കെയുള്ള എക്സാംസിന്റെ കോമൺ എക്സാം ആണ്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സെയിം സിലബസ് ആണ്. ഓക്കെ, നമ്മളെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ സിലബസ് ഇല്ലേ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ സിലബസിൽ വന്നേക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ സെയിം സിലബസ് തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി വന്നിട്ട് അതിലാണ് നമ്മുടെ സർക്യൂട്ട്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കിർച്ചോഫ് ലോസ് കാര്യങ്ങളെല്ലാം. പിന്നെ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും വന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് കാര്യങ്ങൾ, അതിന്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ, അത് കൂടാണ്ട് ലോസ്, ലെൻസസ് ലോ, അതേപോലെ ഫ്ലെമിങ്സ് ലോ കാര്യങ്ങൾ, കൂളോംസ് ലോ കാര്യങ്ങൾ, അതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ AC ഫണ്ടമെന്റൽസ് ആണ്. അതില് ഫാക്ടേഴ്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമ്മൾ സ്റ്റാർ ഡെൽറ്റ സിസ്റ്റംസും അതിന്റെ ക്ലാസ് എന്താ പറയുക റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ, അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങൾ. പിന്നെ നാലാമത്തെ മൊഡ്യൂള് മെഷർമെന്റ്സ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ മെഷർമെന്റ് കാര്യങ്ങൾ ഒക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂള് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്, അതേപോലെ ബാറ്ററീസും സോളാർ സെല്ലും കാര്യങ്ങളും.
പിന്നെ ആറാമത്തെ മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് തന്നെയാണ്. ആറാമത്തെ മൊഡ്യൂൾ നമ്മളെ ഡിസൈൻ എസ്റ്റിമേഷൻ കോഴ്സിലെ കാര്യങ്ങൾ, അതായത് സോറി വയറിംഗ് ആക്സസറീസ് കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, അതേപോലെ വയേഴ്സ്, ഫ്യൂസസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ നമ്മളെ മെഷീൻസിൽ ഡി സി മെഷീൻസ് ആണ്, ഡി സി ജനറേറ്ററും ഡി സി മോട്ടറും, അതിലെ കൺസ്ട്രക്ഷൻ, അതേപോലെ വർക്കിംഗ്, അതേപോലെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും, അതുപോലെ ഇഎംഎഫിക്കേഷൻ കാര്യങ്ങൾ, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈൻഡിങ്സ്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ പ്രോബ്ലംസ്. പിന്നെ എട്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ എ സി മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ആൾട്ടർനേറ്റർ, സിംഗിൾസ് മോട്ടർ, സിംഗിൾ ഫേസ് മോട്ടോഴ്സ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എട്ടാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒമ്പതാമത്തെ മൊഡ്യൂൾ അവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ, അതായത് നമ്പർ സിസ്റ്റം, അതേപോലെ ലോജിക് ഗേറ്റ്സ്, അതേപോലെ ആഡർ, ഫുൾ ആഡർ, ഹാഫ് ആഡർ, അതേപോലെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അതായത് കോമ്പിനേഷൻ സർക്യൂട്ട്സ്, സീക്വൻസ് സർക്യൂട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ പത്താമത്തെ മൊഡ്യൂൾ നമ്മൾ പവർ ഇലക്ട്രോണിക്സ് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മളുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, സോറി ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ സിലബസിൽ പറഞ്ഞത് നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ സെയിം സിലബസ് തന്നെയാണ് ഉള്ളത്. പിന്നെ അവിടെ നമ്മളുടെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാന്റെ ഒക്കെ കേസിൽ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെയുള്ള IT ലെവൽ സെയിം സിലബസിനാണ്. മൊഡ്യൂൾ 1 ബേസിക് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ, രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോ കാര്യങ്ങൾ, കിർച്ചോഫ് ലോസ്, അതേപോലെ സെൽസ് കാര്യങ്ങൾ, മൂന്നാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിസം, അതായത് ഡിഫറെന്റ് ടൈപ്സ്, അതേപോലെ ലോസ് കാര്യങ്ങളും, നാലാമത്തെ മൊഡ്യൂൾ AC അതേപോലെ എർത്തിങ്ങും, അഞ്ചാമത്തെ മൊഡ്യൂൾ DC മെഷീൻസ് കംപ്ലീറ്റ് ആയിട്ട്, ആറാമത്തെ മൊഡ്യൂൾ AC മോട്ടോഴ്സും സിംഗിൾ ത്രീ ഫേസ് മോട്ടോഴ്സ്. ഓക്കെ, പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമേഴ്സും, എട്ടാമത്തെ മൊഡ്യൂൾ ഇലുമിനേഷനും അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സും, ഒമ്പതാമത്തെ മൊഡ്യൂൾ പവർ സിസ്റ്റത്തിലെ പവർ ജനറേഷൻ, പത്താമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും, പിന്നെ AC DC കമ്പാരിസൺ. അപ്പൊ നമ്മുടെ IT ലെവൽ സെയിം സിലബസ് തന്നെയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. സിലബസ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ PVQs ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.